మానసమైనా മൈനെ എന്താ നടന്നെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അർജുനേട്ടന് അറിയാമായിരുന്നോ ആ വന്ന ആൾക്കാരെ? ഇല്ല. പക്ഷേ അവർക്ക് അർജുനേട്ടൻ അറിയാമായിരുന്നു. എങ്ങനെ? അതെനിക്കറിയില്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അർജുനേട്ടനെ അവർക്ക് അറിയാമെന്ന്. എനിക്കറിയില്ല മൈനെ, എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. സങ്കടപ്പെടണ്ട, ഇനി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേ വേണ്ട. എന്താ നീ അങ്ങനെ പറഞ്ഞ? ഭയം. അർജുനേട്ടൻ കാണിക്കുന്ന ഈ അമിത സ്നേഹത്തോട് ഭയമോ എനിക്ക്. എന്താ മൈനെ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യണ്ട, എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിട്ടാ മതി. മൈനെ പ്ലീസ്. അതെന്താ പതിവില്ലാത്ത ശീലം? കഴിക്കാറുണ്ടല്ലോ വല്ലപ്പോഴും. അത് നീ സന്തോഷം വരുമ്പോഴല്ലേ കഴിക്കൂ. ഇന്ന് അങ്ങനെയല്ല, അത് ഈ മുഖം കണ്ടാ അറിയാം. വല്ലപ്പോഴും നീ എന്നെ കാണാൻ വരുന്നതിന് അതിന് തക്കതായ കാരണങ്ങളും ഉണ്ടാവണമല്ലോ. ഞാനൊന്നും പറയാൻ വന്നതല്ല, പറയാനില്ലാത്തോണ്ടല്ല. ഇപ്പൊ എന്റെ മനസ്സിനോട് പോലും ഞാനത് പറയുന്നില്ല. മതി സാറേ, ചതിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്തിന്? എല്ലാവർക്കും ഉണ്ട് ഓരോ സമയം. നിനക്കും എനിക്കും ഒക്കെ ഈ സമയം ബാധകമാണ്. ഒറ്റുകൊടുത്തവനും ചതിയിൽപ്പെടുത്തിയവനും ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരിച്ചടിച്ചു തുടങ്ങും. യൂദാസിനും ഉണ്ടായിരുന്നൊരു കാലം, ക്രിസ്തുവിനും ഉണ്ടായിരുന്നൊരു കാലം. ഇതങ്ങനെയല്ല സാർ. ചതിക്കപ്പെട്ടത് ഞാനാ. ചതിച്ചവർ എനിക്കേറെ വേണ്ടപ്പെട്ടവരും. അവർക്കെതിരെ ഞാൻ ഒന്നും ചെയ്യില്ല. ചെയ്താൽ പിന്നെ ഞാനില്ല. കുടുംബ ബന്ധങ്ങളിൽ തളച്ചിടുന്നത് ഒരു സുഖം, പുറത്തു കിടക്കുന്നത് അതിലേറെ സുഖം. ഞാൻ പുറത്തു കിടന്നവനാ. ഭാര്യയും മക്കളും ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ ഉപദേശം തുടങ്ങി. അവസാനം പുണ്യാളനാക്കും പുൽക്കൂട് പണിയും ഉറപ്പായപ്പോ ബന്ധങ്ങളുടെ കെട്ടുപൊട്ടിച്ച് പുറത്തിയാടി. നിനക്കേതാ വേണ്ടത്? എനിക്ക് വേണ്ടത് കുടുംബം, സ്വസ്ഥതയും സമാധാനമുള്ള കുടുംബം. പക്ഷേ
അതിന് കിട്ടില്ല. ഈ ആറ്റിറ്റ്യൂഡാ തെറ്റ്. ഞാൻ കുടുംബം ഇട്ടെറിഞ്ഞു പോകുന്നത് എന്റെ സമാധാനത്തിന് വേണ്ടിയാ. മക്കളെയെല്ലാം ഒരു കരക്കെത്തിച്ച ശേഷം അവരെ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തിയാടി. 2 മാസം കൂടി കഴിഞ്ഞ പോലീസ് കുപ്പായും കൂടി അഴിച്ചു വയ്ക്കാം. സുഖം സ്വസ്ഥം. നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ആറ്റിറ്റ്യൂഡ്. യെസ്, ആറ്റിറ്റ്യൂഡ്. അതൊരിക്കലും മാഗ്നറ്റിക് ആവരുത്. പല വഴിക്ക് പിരിഞ്ഞാലും ഒരിടത്ത് ഒത്തുകൂടുന്ന നദിയുടെ ഒഴുക്കായിരിക്കണം ജീവിതം. ഇപ്പോൾ തകരുമെന്ന് ഹരിക്ക് തോന്നുന്ന ബന്ധങ്ങൾ തകരില്ല ഹരി. തകരാൻ സമ്മതിക്കില്ലെന്ന് ഒരാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി നോക്ക്. വഴി താനേ തെളിഞ്ഞു വരും. ഹരി കുടുംബത്തിൽ നിന്ന് ലോകത്തെ നോക്കി കാണുകയാ. മറിച്ച് ഈ ലോകത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടിട്ട് കുടുംബത്തിലേക്ക് നോക്ക്. ഏത് പ്രശ്നവും സോൾവ് ആവും. അധികം പേരും പെണ്ണിനും പണത്തിനും മദ്യത്തിനും ഒക്കെ പുറകെ പോകുന്നത് മനസമാധാനത്തിന് വേണ്ടിയാ. എങ്ങുനിന്നും കിട്ടാത്ത ഒരു സാധനം അത്. നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാ സമാധാനം. അതിനുള്ള അറ്റ്മോസ്ഫിയർ നീ തന്നെ കണ്ടെത്തും. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനും കണ്ടെത്തും. യു ആർ ആൻ ഓഫീസർ. IPS ട്രെയിനിങ് കഴിഞ്ഞ ഒരു ഓഫീസർ. നിനക്ക് എന്തും നേടാനുള്ള മെന്റൽ പവർ ഉണ്ട്. അത് നീ തിരിച്ചറിഞ്ഞാൽ മതി. മൈനയ്ക്ക് ശരിക്കും സുഖമായ സ്ഥിതിക്ക് ഇനി ഡിസ്ചാർജ് ചെയ്തേക്കും അല്ലേ? ചെയ്തേക്കും. ഇനിയെങ്കിലും അവൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അതൊരിക്കലും നടക്കില്ല സിദ്ധു. അർജുന്റെ കൂടെയൊന്നും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എങ്കി അവിടുന്ന് മാറണം. സ്വസ്ഥത കിട്ടുമല്ലോ. സിദ്ധു എന്തായി പറയുന്നേ? അവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് അവൾ എവിടെ പോവാനാ? അവിടെ കിടന്ന് നരകിക്കും. മനസ്സാ, നീ ഇങ്ങനെ ശാപം പോലെ ഓരോന്ന് പറയരുത്. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ സങ്കടം കൊണ്ട് പറയുന്നതാ സിദ്ധു. അർജുനനെ അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടതാന്നറിയോ? ഇവിടെ കൊണ്ടുവരാൻ ആദ്യം ഗൗരിയേച്ചി സമ്മതിച്ചില്ല. പിന്നെ പിറകെ നടന്ന് പറഞ്ഞു സമ്മതിപ്പിച്ചതാ. എന്നിട്ടിപ്പോ കുടുംബത്തിന് പേരുദോഷം വരുത്തി വെച്ചിട്ട് പോയി. സംഭവിച്ചു പോയില്ലേ? ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത്. മനസ്സിൽ നിന്ന് കളഞ്ഞാലും എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറുത്തുപോയി ഞാൻ. Who is the first Prime Minister of India? ആരാ? നെഹ്റു. ഫുൾ നെയിം പറ. ജവഹർലാൽ നെഹ്റു. Who is the first President of India? അമ്മ, അതെന്തൊരു പേരല്ലേ? എന്തോ ഒരു പേരോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെന്റെ മനസ്സിൽ നിൽക്കുന്നില്ല. അവസാന പ്രസാദ് അല്ലേ? ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്. ഇനി നിന്നെക്കൊണ്ട് ഞാൻ ഇമ്പോസിഷൻ എഴുതിക്കും. അതേനെ, രാജേന്ദ്ര പ്രസാദ്. മോള് വായിച്ചു പഠിക്കാം. ഭയങ്കര ഹെവി അച്ഛാ ഈ ജിക്ക്. അമ്മയ്ക്കാണെങ്കിൽ പഠിപ്പിക്കുമ്പോ ദേഷ്യം വരും. അച്ഛൻ ഒന്നെനിക്ക് പറഞ്ഞരോ? ഇന്ന് അച്ഛനെ കൊണ്ട് വയ്യ, നാളെ ആവട്ടെ. ഇന്നിന് മതി. മോള് പോയി കിടന്നു. എന്തോ ഒരു സ്മെല്ല്. മദ്യം കഴിക്കാൻ ശ്രമിച്ചതാ, നടന്നില്ല. ശ്രമിച്ചോ? എന്തിനോ? ഇനി അതിന്റെ ഒരു കുറവും കൂടിയല്ലേ ഉള്ളൂ ഈ വീട്ടില്. അതെ, ബാക്കിയെല്ലാമായി. ഇതും കൂടി ആവട്ടെ. ഒരുപാട് കഴിച്ചോ? കുടിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഹരിക്കിത് എന്തിന്റെ കുഴപ്പോ? കുടിച്ചാടി വരാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഗൗരിച്ച് എന്തോ ഈ പറയുന്നേ? എന്തെങ്കിലും സംഭവിച്ചാലേ മനുഷ്യൻ മദ്യപിക്കും? ഏട്ടൻ കുടിച്ചിട്ടൊന്നുമില്ല. വല്ലപ്പോഴും ഒരു കമ്പനിക്കല്ലാതെ ഏട്ടൻ കഴിക്കാറില്ലല്ലോ. നിങ്ങളൊക്കെ കൂടിയാ വഷളാക്കുന്നത്. ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഏട്ടൻ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. സിദ്ധാർത്ഥനോട് റൂമിലുണ്ട്.
ഏട്ടൻ വന്നതേ ഉള്ളൂ. എന്തേട്ടാ? സിദ്ധാർത്ഥ, മാനസ നിന്റെ ആരാണ്? എന്താ? മാനസ നിന്റെ ആരാണെന്ന്. എന്റെ ഭാര്യ. അപ്പോ മൈനിയോ? നിന്റെ ആരാ മൈന? എന്നെ ആരുമല്ല. പറ, നിന്റെ ആരാ മൈന? എന്നെ ആരുമല്ല. ആരുമല്ലേ? എന്റെ വീട്ടിൽ നീ വന്ന് കയറിയ ഞാൻ സഹിച്ചു. എന്റെ അനിയത്തിയുടെ കൂടെ മുറിയിൽ ഒളിച്ച് താമസിച്ചത് സഹിച്ചു. അതൊക്കെ എന്റെ അനിയത്തിക്കുണ്ടാകുന്ന മാനക്കേട് ഭയന്നിട്ടാ. അവസാനം അവളെ കെട്ടിച്ച് തന്നു ഞാൻ നിനക്ക്. പകരം നീ എന്നോട് ചെയ്തതെന്താ? പറ, നീ എന്നോട് ചെയ്തതെന്താ? ഒരാളെ പിഴപ്പിച്ചിട്ട് അടുത്തയാളെ കെട്ടി നീയല്ലേ? എന്റെ മാനസയും മൈനയും നശിപ്പിച്ചു അല്ലേ? എന്റെ അനിയത്തിമാരുടെ രണ്ടിന്റെയും ജീവിതം ഇല്ലാതാക്കി അല്ലടാ നായേ നീ. ഇതറിഞ്ഞ നിമിഷം രണ്ടാമതൊന്നും ആലോചിക്കാതെ കൊന്നു കളഞ്ഞത് നിന്നെ ഞാൻ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മാനസെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറ, നീ ചീത്തയാക്കിയ മൈനെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ രണ്ട് അനിയത്തിമാരെ നിനക്ക് ഞാൻ കെട്ടിച്ചേരണോ? അതോ രണ്ടിനെ കൊന്നിട്ട് ആ ശവം നിന്നെ കൊണ്ട് തീറ്റിക്കണോ? സ്വന്തം പെങ്ങളെ പിഴപ്പിച്ചതിന്റെ വാശിക്ക് ഒരുത്തിനെ കുത്തി വീഴ്ത്തിയോണ നീ. ഇപ്പൊ എന്റെ രണ്ട് അനിയത്തിമാരെ നശിപ്പിച്ച നിന്നെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലണം. അല്ലെങ്കിൽ ഞാൻ സ്വയം മരിക്കണം. എന്ത് വേണമെന്ന് ഹരിയേട്ടൻ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാനതനുസരിച്ചോളാം. സിദ്ധു, സിദ്ധു. ഒന്നും അവൾ അറിയരുത്. ഇതെന്താ രണ്ടുപേരും കൂടി വാതിലടച്ചിരുന്നൊരു രഹസ്യം? ഹേയ്, ഞങ്ങൾ വെറുതെ പഴയ കേസിന്റെ കാര്യമൊക്കെ പറയായിരുന്നു. വല്ല പ്രശ്നമുണ്ടോ ഹരിയേട്ടാ? ഏയ് ഒന്നുമില്ല. അമ്പിയുടെ വിഷയമൊക്കെ വരുമ്പോ വീണ്ടും ഒരു കുത്തിപ്പൊയ്ക്കാലോ എന്നൊരു സംശയം. കുഴപ്പാവോ? ഏയ് പിന്നെന്താ മുഖമല്ലാതെ? ഏയ് ഒന്നുമില്ല. എനിക്ക് വിശപ്പില്ല ഗൗരി.
എന്ന് പറഞ്ഞാൽ പറ്റില്ല ഹരി. ഇവിടെ വേലക്കാരൊന്നുമില്ല. ഒക്കെ ഞാനും മാനസയും കൂടി ഉണ്ടാക്കുന്നതാ. സമയം ഉണ്ടായിട്ടല്ല, ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുക്കുന്നതാ. അല്ല, വേണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞൂടെ? വെറുതെ കഷ്ടപ്പെടുത്തുന്ന എന്തിനാ? വാ ഇങ്ങോട്ട്. ഗൗരിജി, ആഹാരം വേണ്ടാന്ന് പറഞ്ഞ് കിടക്കാൻ പോവായിരുന്നു. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതിരുന്നാലോ? അത് ശരി. അപ്പൊ രണ്ടുപേരും ഗ്രൂപ്പ് ചേർന്നെടുത്ത തീരുമാനമല്ലേ? നിസ്സാര കാര്യം മതി ഗൗരിജി. സിദ്ധുവിന്റെ പഴയ കേസ് റീ എൻക്വയറി എങ്ങാണ്ട് വരുന്നുണ്ടെന്ന് കേട്ടു. അതിന്റെയാ. അപ്പൊ അങ്ങനെ ഒരു കാരണം ഉണ്ടല്ലേ? തെളിവില്ലാത്ത കേസില് തൂക്കി കൊല്ലാറില്ല സിദ്ധാർത്ഥ. നീ വന്നിരുന്ന ആഹാരം കഴിക്കും. എന്താ? എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തേ? എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കും, നിർബന്ധിക്കണ്ട. ഇതിന് മാത്രം ഇത് എന്ത് പറ്റി? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും, അല്ല എന്താ? വേണ്ടേ? മനസ്സ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ വിശപ്പില്ലാന്ന്. എന്തോ കുഴപ്പമുണ്ട്. ഇവര് പറഞ്ഞതിനും അപ്പുറത്ത് മറ്റെന്തോ ഉണ്ട്. ഇനി ഈ പഴയ ഉടുപ്പൊന്നും മോളിടണ്ട. അച്ഛൻ പുതിയ കുറെ ഉടുപ്പുകൾ മേടിച്ചു തരാം. എനിക്ക് വേണ്ട, അമ്മ വഴക്കുറയും. അമ്മ വഴക്ക് പറയുമ്പോ മോള് പറയണം, അച്ഛൻ വാങ്ങിച്ചു തന്ന ഉടുപ്പൊക്കെ ഞാനിടും, അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതെങ്ങനെ പറയും? എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം, അതാ വേണ്ടത്. ഏതടി ഉടുപ്പ്? ഞാൻ വാങ്ങിച്ചു കൊടുത്ത. ആരെന്ത് വാങ്ങി തന്നാലും വാങ്ങി ഇട്ടോണം. പറഞ്ഞിട്ടില്ലേ നിന്നോട് അന്യ ആൾക്കാരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുതെന്ന്? അന്യ ആളാണോ ഞാൻ? പിന്നെ അല്ലാതെ. കുഞ്ഞിന് അച്ഛൻ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു മുമ്പ്. ഇനി വേണ്ട, ഇത്ര സമ്മാനങ്ങളും വേണ്ട. മോളുടെ ഉടുപ്പെല്ലാം പഴയതായി, അതുകൊണ്ടാണ് ഞാൻ. എന്റെ മോൾക്ക് പഴയത് മതി. വർഷങ്ങളായിട്ട് ഒരു പഴഞ്ചൻ തുണി പോലെ അവളുടെ അമ്മയും. ആർക്കും വേണ്ടാതെ പിഴച്ചു പറ്റ സന്തതിയുമായിട്ട് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു പഴന്തുണി കെട്ട അവളുടെ അമ്മ. പട്ടും പൊന്നും പുതിയതും ഒന്നും വേണ്ട എന്റെ മോൾക്ക്. ഒരുത്തിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്ന അഭിനയം കാണുമ്പോ വെറുപ്പ് കൂടുക എനിക്ക് നിങ്ങളോട്. മോളായിരുന്നോ? ഓ, ഞാൻ പേടിച്ചു പോയല്ലോ. അങ്കിൾ ഇവിടെ കുടിയും തീറ്റയായിട്ട് ഇരുന്നോ? കാര്യങ്ങൾ കൈവിട്ടു പോവുക. എന്താ മോളെ? അങ്കിള് മുമ്പ് പറഞ്ഞതുപോലെ അംബികയുടെ കുഞ്ഞിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കുഴപ്പമാണോ? വേണു കുട്ടിയായിട്ട് അടുത്തോട്ടിരിക്കുക. ഉടുപ്പും കളിപ്പാട്ടും ഒക്കെ കൊടുത്തു തുടങ്ങി. അത് അംബികയുടെ ഒരു അടവാ. മോളെ വേണുവായിട്ട് അടുപ്പിക്കും, എന്നിട്ട് അവള് ദേഷ്യപ്പെട്ട് നിൽക്കും. അപ്പൊ അവളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി വേണു മോളെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങും. അത് അനുവദിക്കരുത് അങ്കിളെ. മോള് പേടിക്കാതെ. രക്ഷയില്ലെങ്കിൽ ആ കൊച്ചിന്റെ കാര്യം അങ്കിള് തീരുമാനമാക്കാം.